ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വേറൊന്നുമല്ല, ട്വിൻ ഫ്ലെയിമിനെ പറ്റിയാണ്. എന്താണ് ട്വിൻ ഫ്ലെയിം? ഒരുപാട് ആൾക്കാർക്ക് ഉള്ള ഡൗട്ട്സാണ്. പേഴ്സണലി എന്നോട് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു എനർജീനെ പറ്റി. അപ്പോൾ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഭയങ്കര പേടിയുണ്ട്. ഈ ട്വിൻ ഫ്ലെയിം എന്താണെന്നല്ല, ഈ ഒരു ട്വിൻ ഫ്ലെയിമിലോട്ട് ജേർണിയിലോട്ട് വരുമ്പോൾ നമ്മുടെ ഫാമിലി ലൈഫിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉള്ള ഡൗട്ട്സാണ്. അപ്പോൾ അത് എനിക്കറിയാവുന്ന രീതിയിൽ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. സോ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുപാട് യൂട്യൂബിലും ഒക്കെ കേൾക്കുന്ന പോലെ ട്വിൻ സോൾസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആത്മാവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരാൾ ഒരു ബോഡിയിലും അടുത്ത ബോഡിയിലുമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഭൂമിയിലേക്ക് വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സോൾ ഫാമിലി ആയിട്ട് നമ്മൾ ഒരുപാട് കോൺട്രാക്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നേരത്തെ അവിടെ എഴുതി സൈൻ ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ വന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും എല്ലാവർക്കും സോൾ ഉണ്ടല്ലോ, അറിയാമല്ലോ. അപ്പോൾ ഓരോ സോൾസിലും ഓരോ മിഷനും ഓരോ ലൈഫ് ലെസൺസും ഒക്കെ പഠിക്കാൻ വേണ്ടിയും അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ജനിക്കുന്നത്. അപ്പോൾ ഒരു സോൾസിന് തന്നെ ഒരുപാട് ജന്മങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സോൾ ഫാമിലിയിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 100 ജന്മങ്ങളാണ് നമുക്ക്, ഫോർ എക്സാമ്പിൾ ഒരു 100 ജന്മങ്ങളാണ് നമുക്കിവിടെ എടുത്ത് നമ്മുടെ ലെസൺസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്പിരിറ്റ് വേൾഡിലോട്ട് തിരിച്ച് പോകണമെങ്കിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ വരാൻ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിൽക്കുമ്പോൾ ചില സോൾസിന് ഫീൽ ചെയ്യാറുണ്ട്. ചില സോൾസ് അതുപോലെ തന്നെ വേറൊരു ബോഡിയിൽ വന്ന് നമ്മൾ ജനിച്ച് നമ്മുടെ ഭൂമിയിൽ വന്ന് നമ്മുടെ ലെസൺസും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പക്ഷേ ചില സോൾസിന് ഓർക്കും അവരവിടെ കൊണ്ട് സ്പ്ലിറ്റായിട്ട് ഈ 100 ജന്മങ്ങളെ അവർ രണ്ടുപേരും കൂടെ എടുക്കും, 50-50 ആയിട്ട് എടുത്തിട്ട് ആ ലെസൺസും രണ്ടുപേരും കൂടെ 50-50 ആയിട്ട് എടുക്കും. സിമിലർ പേർപ്പസും സിമിലർ ലെസൺസും ആയിരിക്കും. പക്ഷേ ഈ ട്വിൻ സോൾസിന്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത സോൾസിന് നമ്മൾ നോർമലി ജനിക്കുന്ന ഒരു സോളിനെ കാട്ടിയും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടും ഒക്കെയുള്ള ലെസൺസാണ് നമുക്ക് കിട്ടുക. പക്ഷേ നമുക്ക് ഒരു 100 ജന്മങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ ഒരു 50 ജന്മങ്ങളിൽ തന്നെ നമ്മൾ സോളിനെ ഡിവൈഡ് ചെയ്തത് കൊണ്ട് നമുക്ക് നമ്മുടെ 50 ജന്മം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലെസൺസും നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ ജോയിൻ്റ് ആയിട്ട് പൂർണ്ണതയിലേക്ക് വന്ന് നമ്മൾ ഒരുമിച്ച് നമ്മൾ എവിടെ നിന്നാണോ വന്നത് ആ ഒരു സ്പിരിറ്റ് വേൾഡിലേക്ക് പോകും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ ഒരു പൊരുളെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ ട്വിൻ സോൾസും മാരേജിലോട്ട് ചെല്ലില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാരേജ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻ അല്ല എന്നും പറഞ്ഞ് എല്ലാ റിലേഷനും അല്ല പറയുന്നത്. പക്ഷെ ചില സോൾസ്, ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഫസ്റ്റ് ട്വിൻ ഫ്ലെയിമിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അതായത് ഒരു മാഗ്നറ്റിക് പുള്ളിങ്, പിന്നെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഹാർട്ട് ബീറ്റും കാര്യങ്ങളും, ചില ഭയങ്കരമായിട്ടും, പിന്നെ നമുക്ക് എന്തൊക്കെയോ ഞാൻ അവിടെ ചെയ്ത് കൂട്ടും. എനിക്കറിയില്ല, അങ്ങനത്തെ രീതിയിലുള്ള ഇമോഷൻസും സൗണ്ടും സ്മെല്ലും നമുക്കറിയാം. ഉള്ളിൽ നിന്ന് ഞാൻ എന്നൊരു വ്യക്തിയല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് ആർക്കോ എന്തൊക്കെയോ ഫീലിങ്സ് തോന്നുന്നുണ്ട്, എന്നെ കൊണ്ടൊട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലാത്ത ടൈപ്പ് ഓഫ് ഇമോഷൻസ്. ഇതൊക്കെയാണ് നമ്മുടെ ട്വിൻ സോൾസിനെ കാണുമ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ട്വിന്നിനെ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ ലൈഫിൽ കണ്ടതിന് ശേഷം ഇത്രയും നാൾ നമ്മൾ ജീവിച്ചത് എങ്ങനെയാണോ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും നമുക്ക്. പക്ഷേ ഈ ഒരു ട്വിൻ സോൾ വന്ന് നിങ്ങൾക്കെല്ലാം അറിയാം, നമുക്ക് ഓരോരോ സ്റ്റേജസിൽ കൂടെയാണ് നമ്മൾ ട്വിൻസ് ഫ്ലെയിം ജേർണിയിൽ പോകുന്നത്. അപ്പോൾ ഈ ഒരു സോള് നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ലെസൺസ് പഠിക്കാനും നമ്മൾ വന്നിരിക്കുന്ന എന്താണ് പർപ്പസ്, ആ പർപ്പസിലോട്ട് നമ്മളെ കൊണ്ടു ചെല്ലാനും ഒക്കെ വേണ്ടിയാണ് ഈ സോൾസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഓൾറെഡി നമ്മളെപ്പോഴും ഒരു ട്വിൻ സോളിനെ കാണുമ്പോൾ നമ്മൾ ഈ ഒരു അവേക്കനിങ് ഒക്കെ നമുക്ക് നടന്നതിന് ശേഷം മേ ബി നമുക്കൊക്കെ ഒരു ഫാമിലിയും റിലേഷൻഷിപ്പൊക്കെ നമുക്കുണ്ടാകും. ചിലപ്പോൾ നമുക്ക് കാർമിക് റിലേഷൻസ് ആണെങ്കിൽ നമുക്ക് അവരെ മാറ്റാം. അതായത് നിങ്ങൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത ആൾക്കാരാണ് നമുക്ക് ഡിവോഴ്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് ചൂസ് ചെയ്യാം. പക്ഷെ അതല്ലാതെ നമ്മൾ സോൾമേറ്റിനെയൊക്കെ കല്യാണം കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത്
പ്രോബ്ലംസും എല്ലായിടത്തും കാണും പ്രോബ്ലംസ്, എങ്കിലും നമുക്ക് അത്ര രീതിയിലും പ്രോബ്ലം ഇല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാം. പക്ഷേ നമുക്ക് വല്ലാത്തൊരു വലിച്ചിലുണ്ട് നമ്മുടെ ആ ഒരു സോളിൻ്റെ അടുത്തോട്ട്. അപ്പോൾ നമുക്കൊരു പേടിയാണ്. പിന്നെ ഈ ഒരുപാട് യൂട്യൂബ് വീഡിയോസിൻ്റെ അകത്ത് എല്ലാത്തും നമ്മൾ കേൾക്കുന്നത് പോലെ നമ്മളിപ്പോൾ തന്നെ നമ്മുടെ സോൾമെൻറ്റിനെ നമ്മൾ മിറർ വർക്ക്, ഷാഡോ വർക്ക് ഒക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ നമുക്ക് അവരെ കല്യാണം കഴിക്കാൻ പറ്റും, നമ്മൾ ഒന്നിക്കേണ്ടവരാണ്, നമ്മൾ ഒന്നിക്കണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലുള്ള ഒരു പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാ ട്വിൻ സോൾസ് എന്ന് പറയുന്നവർ നമ്മൾ ശരിക്കും കല്യാണം കഴിക്കാൻ വേണ്ടി ജനിക്കുന്നതല്ല. നമ്മൾ നമ്മുടെ ലൈഫ് പേർപ്പസും നമ്മുടെ ലെസൺസും പഠിച്ച് നമ്മൾ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തി നമ്മൾ തിരിച്ചു പോയി നമ്മൾ സോൾ ഫാമിലിയോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയാണ്, സ്പിരിറ്റ് വേൾഡിലോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മളിവിടെ ജനിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ലതുപോലെ പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ രാധാകൃഷ്ണ റിലേഷൻഷിപ്പ് തന്നെയാണ്. അതിൻ്റെ അകത്ത് എന്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരുടെ ആ ഒരു സ്റ്റോറി നമ്മൾ കേട്ടിട്ടുള്ളത്. ആ ഒരു കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ രാധ എന്ന് പറയുന്ന ആൾ എപ്പോഴും ശ്രീകൃഷ്ണനോട് എപ്പോഴും ഭഗവാന്റെ അടുത്തോട്ട് എപ്പോഴും ഭഗവാനെ എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അത്രയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് റിലേഷനായിട്ടും അവർ മാരേജിലോട്ട് ചെല്ലുന്നില്ല. അപ്പോൾ ഒരിക്കലും ഭഗവാനോട് ദേവി ചോദിക്കുന്നുണ്ട്, എന്താണ് എന്നെ കല്യാണം കഴിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, നമ്മൾ രണ്ടും ഒരു സോളാണ്, നമ്മൾ രണ്ടും ഒരു സോളാണ്, അത് നമ്മൾ രണ്ടും മനുഷ്യ ശരീരത്തിലാണെന്ന് മാത്രമല്ല 2 ഡിഫറെൻറ്റ് ബോഡീസിലാണ്. സോ ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ കല്യാണം കഴിക്കുക എന്നാണ് ഭഗവാൻ തിരിച്ചു ചോദിച്ചത് ദേവിയോട്. കാരണം അത് തന്നെയാണ് ഇവിടെ ട്വിൻ സോൾസും അങ്ങനെ തന്നെ, രണ്ടും രണ്ട് ബോഡിയിലാണ്, ഒരാൾ തന്നെയാണ് പക്ഷെ 2 ബോഡിയിലാണ്. അവരെങ്ങനെയാണ് കല്യാണം കഴിക്കുക? അപ്പോൾ ആ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുള്ളത് ആ രാധാകൃഷ്ണ ബന്ധമാണ്. അത് അവർ അവരുടെ ലൈഫിൽ ഭൂമിയിൽ ജനിച്ച് അവർ ചെയ്യേണ്ട മിഷൻസും ലൈഫ് പേർപ്പസും കാര്യങ്ങളും എല്ലാം അവർ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ട് അവരുടെ പൂർണ്ണതയിലേക്ക് വന്ന് അവർ തിരിച്ച് ആ ഭഗവാന്റെ സന്നിധിയിലേക്ക് ചെന്ന്, അപ്പോൾ അവർ ആ ഒരു ഫോമിലോട്ടാണ് അവർ തിരിച്ച് കംപ്ലീറ്റ് ആയിട്ട് അവർ ചെന്നത്. ആ സെയിം ഇത് തന്നെയാണ് നമ്മളുടെയും ഈ ഒരു ട്വിൻ സോൾസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഭഗവാൻ ചോദിച്ച പോലെ ഞാൻ എന്നെ തന്നെ എങ്ങനെയാണ് കെട്ടിയിടുക? കല്യാണം എന്ന് പറയുമ്പോൾ വേറൊരു ആത്മാവിനെ ഞാൻ ബന്ധിച്ചിടുന്നതാണ്. ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ കെട്ടിയിടുക? ശരിയാണ്, നമ്മുടെ അല്ലാത്ത സാധനങ്ങളെയാണ് നമ്മൾ ബന്ധിച്ചിടുന്നത്. നമ്മളെന്തിനാ നമ്മുടെ ആയിട്ടുള്ള സാധനം നമ്മൾ കെട്ടിയിടേണ്ട ആവശ്യമുണ്ടില്ല, അതിനെ വെറുതെ ഫ്രീ ആക്കി വിടുക. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ. എല്ലാ സോൾസിനെയും നമ്മൾ ഈ ട്വിൻ സോൾസ് കല്യാണം കഴിക്കാനുള്ളവരല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരുപാട് ലെസൺസും കർമാസും കാര്യങ്ങളും ഒക്കെ ഹീൽ ചെയ്ത് നമ്മുടെ ആ ഒരു പ്യുവർ ഫോമിലോട്ട് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ട്വിൻ സോൾസ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സോൾസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു പടക്കം കത്തിക്കുന്നത് പോലെയാണ്. ജസ്റ്റ് പടക്കം തീ കൊടുക്കുക, മേളിപ്പ് വളരെ ഭംഗിയായിട്ട് കത്തി കുറച്ച് നേരം നിൽക്കുക, പിന്നെ അത് കാണുന്നില്ല, പിന്നെ അടുത്തത്. അതുപോലെയാണ് ജസ്റ്റ് ഒരു ഇതിലവരിങ്ങ് വരും, എന്തൊക്കെയോ നമ്മളോട് ഇത് കാണിക്കും, പിന്നെ അവർ പെട്ടെന്ന് അങ്ങോട്ട് മാറും. പക്ഷേ ഒരിക്കലും അവർ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല. അവരെപ്പോഴും നമ്മുടെ കാൽച്ചുവട്ടിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും അവരുടെ കാൽച്ചുവട്ടിൽ തന്നെയുണ്ട്. ആ ഒരു ഫ്ലെയിം നമ്മുടെ കാലിൻ്റെ അവിടെ തന്നെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അതെപ്പോഴാണ് ആ ഒരു ഫോമിലോട്ട് വരുന്നത് ഉടനെ അതങ്ങ് വരിക, കത്തുക, പൊട്ടുക, അങ്ങ് മാറുക. അത് ശരിക്കും പറയുവാണെങ്കിൽ അവർ പൊട്ടുക എന്ന് പറയുമ്പോൾ അവർ നമ്മളെ തന്നെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഈഗോ, നമ്മുടെ പാസ്റ്റ് ലൈഫ് കാമാസ്, നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലും ഈ ജന്മങ്ങളിലൊക്കെ നമുക്ക് കത്തിച്ച് കളയാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമ്മുടെ ആ പൂർണ്ണതയിലേക്ക് വരാൻ വേണ്ടി, അക്കാര്യങ്ങളൊക്കെയാണ് ഈ ട്വിൻ ഫ്ലെയിം വന്ന് നമ്മുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളും അവരുടെ ലൈഫിൽ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അവർ നമ്മുടെ അടുത്ത് വരിക, പെട്ടെന്ന് അവർ വലിഞ്ഞ് ബാക്കിലോട്ട് പോവുക. ആ പോകുന്നതിന് കാര്യം അവരുടെ ഉള്ളിലുള്ള ഈഗോ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അത് പേടിച്ചിട്ട് അവർ അതിൽ നിന്നും അവർ ഓവർകം ചെയ്ത് നല്ലൊരു പേഴ്സണായിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജി അവരെ കൊണ്ട് താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ് പേടിച്ചിട്ട് അവർ ഓടിപ്പോകുന്നത്. അപ്പോൾ ഗ്രാജുവലി അവരതിന് ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. അതാണ് ഈ ട്വിൻ ഫ്ലെയിം ജേർണി. നമ്മുടെ ഉള്ളിലുള്ള ആ കാര്യങ്ങളൊക്കെ കത്തിപ്പുകഞ്ഞ് മാറി നമ്മൾ കംപ്ലീറ്റ് നല്ല ആ ഒരു ഫോമിലോട്ട് വരാൻ വേണ്ടി, എന്നിട്ട് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ട്വിൻ സോൾസ് നമ്മുടെ ലൈഫിൽ വരുന്നത്. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ എല്ലാ സോൾസും കുറച്ച് സോൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കല്യാണം കഴിക്കാൻ അവർക്ക് തന്നെ അറിയാൻ പറ്റും ആദ്യം തന്നെ. അപ്പോൾ അതിനു വേണ്ടി അവർ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ മിറർ വർക്കും
ഇതെല്ലാം ചെയ്യണം. പക്ഷേ അവർ അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്കൊരു സമയവും കാര്യം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതെപ്പോഴാണ്. അവർ അതിനനുസരിച്ച് വർക്ക് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അവർക്ക് ഈ ജന്മത്തിൽ തന്നെ ഈ ഒരു 3D ലൈഫിൽ തന്നെ അവർക്ക് അവരുടെ ട്വിൻ സോളിനെ മാരേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒരുപാട് വർക്കും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടും ഒക്കെ മാത്രമേ അവർക്ക് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാതെ ഉള്ള ആൾക്കാർ നമ്മളുടെ ഷാഡോ വർക്ക് ചെയ്യുക, നമ്മൾ മിറർ വർക്ക് ചെയ്യുക, നമ്മുടെ പാസ്റ്റ് ലൈഫും നമുക്കുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കത്തിച്ച് കളഞ്ഞ് നമ്മൾ നല്ലൊരു പ്യുവർ ഫോമിലായിട്ട് നമ്മുടെ ലൈഫ് ലെസൺസ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ പഠിച്ച് നമ്മളുടെ ലൈഫ് പേർപ്പസിലേക്ക് പോകുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാ ജേർണിയും നമ്മൾ മാരേജിലോട്ട് ചെല്ലുന്നതല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ചില പ്രശ്നങ്ങളും ചെറിയ പ്രോബ്ലംസൊക്കെ ആയിരിക്കും നമ്മുടെ ഫാമിലിയിൽ ചിലപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളൊരു ട്വിൻ സോളിനെ കണ്ട് ഇതാണ് എൻ്റെ അൾട്ടിമേറ്റ് ലവ്, അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ചിലർ ആ ഒരു റിലേഷൻഷിപ്പൊക്കെ കളഞ്ഞിട്ട് ട്വിൻ സോളിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഹീലിങ്ങും ഒന്നും ചെയ്യാതെയാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് കർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരും നമ്മുടെ അടുത്ത് നിന്ന് അത്രയും നാൾ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾ പെട്ടെന്ന് വലിഞ്ഞു മാറി അവർ ആ ഒരു രീതിയിലങ്ങ് പോവും. അപ്പോൾ നമ്മളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളും ഇല്ല, സോൾമേറ്റും ഇല്ല, ട്വിന്നും ഇല്ല. അതായത് ഹീൽ ചെയ്യാത്തത് കൊണ്ടാണ് ട്വിൻ അങ്ങനെ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ട്വിൻ സോളിനെ നമുക്കപ്പോൾ മാരേജ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളും ഹീലല്ല അവരും ഹീലല്ല. അപ്പോൾ ചില ആൾക്കാർ പറയും നമ്മുടെ ട്വിന്നിനെ ഈ ജന്മത്ത് തന്നെ കല്യാണം കഴിക്കും. അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കും, നമുക്ക് കുട്ടികളുണ്ടാവും എന്നൊക്കെ നമ്മളിങ്ങനെ ചിലത് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവേക്കനിങ് പ്രോസസ്സിലാണ്. നമ്മൾ ആ ഒരു പ്രോസസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു ആദ്യം തന്നെ നമ്മളൊരു ജേർണിയിലോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ കയറിയിട്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കുക, ഇയാൾ എന്താ നേരത്തെ കണ്ടില്ല, എന്താണ് കല്യാണം കഴിച്ചില്ല, കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്കൊരു പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ആ ഒരു അവേക്കനിങ് സ്റ്റേജാണ്. അവേക്കനിങ് ടൈമിൽ വരുന്നതാണ് ആ വിചാരങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോഴാണ് നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒരു ഡിപ്രഷൻ മോഡും വല്ലാത്തൊരു ഒരു പീരീഡിൽ കൂടിയാണ് നമ്മൾ രണ്ടുപേരും പോകുന്നത്, രണ്ടാൾക്കാരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് മിറർ വർക്ക് ചെയ്യുക, ഷാഡോ വർക്ക് ചെയ്യുക, നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യുക. എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറഞ്ഞാൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ്. അവിടെ നിന്ന് നമ്മൾ ഹീൽ ചെയ്ത് പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സൈക്കിക് ആയിട്ടുള്ള ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്ത് അവർ ചാനൽ ചെയ്ത് അവർ നമ്മളെ എന്തൊക്കെ ബ്ലോക്കേജസ് ആണുള്ളതെന്നൊക്കെ വെച്ചാൽ അതൊക്കെ ക്ലിയർ ചെയ്ത് തരും. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ലെസൺസും നമ്മുടെ ലൈഫ് പേർപ്പസിലോട്ടും വരുന്നത്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോൾ നമുക്ക് ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ കല്യാണം കഴിക്കും അല്ലെങ്കിൽ വേണോ അങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂഷനിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു അവേക്കനിങ് സ്റ്റേജിൽ നമ്മളെല്ലാം പ്രോപ്പറായിട്ട് മിറർ വർക്കും ഷാഡോ വർക്കും ഒക്കെ ചെയ്ത് നമ്മുടെ എല്ലാം അതൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു ട്വിൻ ഫ്ലെയിമിനെ കണ്ട ശേഷം, അതായത് നമുക്ക് മനസ്സിലാവല്ലോ, അപ്പോൾ ഏകദേശം ഒരു 1 ഇയറിനുള്ളിൽ നമുക്ക് നമ്മളെ തന്നെ കാമാക്കാൻ പറ്റും. അതായത് നമ്മൾ യൂണിയനിലോട്ട് ചെല്ലുന്നെന്നല്ല പറയുന്നത്, നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മുടെ എനർജീനെ നമുക്ക് ബാലൻസ് ചെയ്ത് നമുക്ക് കാമാക്കാൻ പറ്റും. അതായത് നമുക്ക് വളരെ ഉണ്ടായിരുന്ന ഒരു നെഞ്ചിൻ്റെ അകത്തുള്ള ഹാർട്ട് ചക്രയിലുള്ള ആ ഒരു പ്രോബ്ലംസും ഈ നമ്മുടെ തലയിൽ 24 hours അവരുടെ പേരും അവരുടെ വിചാരങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1 ഇയറിനുള്ളിൽ നമുക്ക് ഇവരെ കംപ്ലീറ്റ് ആയിട്ട് നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് നമ്മുടെ ട്വിന്നിനോട് അൺകണ്ടീഷണൽ ലവ് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒരു ആദ്യം സ്റ്റാർട്ടിങ്ങിലുണ്ടായ ഒരു ഭ്രാന്തമായിട്ടുള്ള നമുക്ക് പേടി വരുന്ന രീതിയിലും ഭയങ്കര ഒരു എന്താ പറയുക, അങ്ങനത്തെ ആ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ നമുക്ക് മാറ്റി ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ വന്നിട്ട് അങ്ങനെ പതുക്കെ നമ്മൾ ലാസ്റ്റ് എല്ലാ വർക്കും നമ്മുടെ എല്ലാ പ്രോസസ്സും എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ഒരു സറണ്ടർ സ്റ്റേജിലോട്ട് നമുക്ക് ഗ്രാജ്വലി വരാം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമുക്കൊരു യൂണിയന് വേണ്ടി ആഗ്രഹിക്കാം. പക്ഷേ ആ യൂണിയൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാരേജ് അല്ല. സ്പിരിറ്റ് വേൾഡിൽ സോൾ വേൾഡിലും എന്നൊരു മാരേജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റോ കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമാണ് കല്യാണങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കല്യാണം കഴിക്കണം, ഇവിടെ തന്നെ നമ്മളൊന്നാണോ, അങ്ങനെ നമ്മളൊരു ടൈമും സ്പേസും
ഒന്നും നമ്മൾ യൂണിവേഴ്സിനോട് നമ്മൾ പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതൊരു സോൾ ആത്മാവുമായിട്ടുള്ള കണക്ഷനാണ്. അപ്പോൾ ആത്മാവിന് അങ്ങനെയൊന്നുമില്ല. ആത്മാവിന് ടൈമും ഇല്ല, സ്പേസും ഇല്ല. അപ്പോൾ നമ്മൾ ടൈമും സ്പേസും ഒന്നും കൊടുക്കുന്നത് ജസ്റ്റ് ഒരു യൂണിയൻ. ആ യൂണിയൻ എന്ന് വെച്ചാൽ നമ്മളിതെല്ലാം കഴിഞ്ഞാൽ ഒരു പൂർണ്ണതയിലേക്ക് വരിക എപ്പോഴാണോ അപ്പോൾ അത് ഈ ഭൂമി തന്നെ എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു യൂണിയന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു യൂണിയൻ, അത് നമ്മളൊരു ടൈമും സ്പേസും ഒന്നും പറയാതെ ജസ്റ്റ് ഒരു യൂണിയൻ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് ചിലർ, നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ ട്വിന്ന് ഒട്ടും അവേക്കൻഡ് അല്ലാത്ത സ്റ്റേജിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പാടില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് ഉണ്ടാകുന്ന അതേപോലത്തെ എനർജി ഉണ്ടാവും. അതിലും ഭയങ്കര ഭീകരമായിട്ടുള്ളതായിരിക്കും അവരുടെ ഫീലിങ്സും. നമുക്ക് ട്വിൻ എന്താണെന്നറിയാം, പക്ഷെ അവർക്ക് ട്വിൻ എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ അവർക്കൊരു സൂയിസൈഡ് ടെൻഡൻസി, മേ ബി സൂയിസൈഡ് വരെയും ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മളത് ചെയ്യുന്നതും വളരെ കഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇന്നർ വർക്കും ഷാഡോ വർക്കും ചെയ്തിട്ട് നമ്മൾ ആ ഒരു യൂണിയന് വേണ്ടി മാത്രം നമ്മൾ ആഗ്രഹിക്കുക, ആ യൂണിയന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. അതല്ലാതെ കല്യാണമല്ല എല്ലാത്തിൻ്റെയും ഒരു യൂണിയൻ എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു മൈ സോൾ ഫാമിലി. താങ്ക് യു സോ മച്ച്.